ഗുഡ് മോർണിംഗ്. എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. കോളേജ് ഉള്ള ദിവസത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. പക്ഷേ ഒരു വീഡിയോ എടുക്കാൻ മാത്രമുള്ള കണ്ടന്റും കാര്യങ്ങളൊന്നും എൻ്റെ ഡേയിൽ നടക്കുന്നുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇന്ന് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പോലെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ നേരെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ്റെ പേരാണ് ക്രിസ്. എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറച്ച് ഇടങ്ങേറാക്കിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും കോളേജിലേക്ക് പോകാറ് കേട്ടോ. ജസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും നമുക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യും. 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് അയ്യോ പോണോലോ എന്നൊക്കെ ഓർത്തിട്ടാണ് പോവുക. പക്ഷെ പോകുന്ന വഴിക്കുള്ള ഈ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്, ആൽബർഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കളമശ്ശേരി. ഇന്ന് നമ്മൾ പതിവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കോളേജിൽ എത്താനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് എന്തായാലും നമ്മൾ ക്ലാസ്സിൽ കയറാൻ പോകുന്നില്ല ഗൈസ്. ബിക്കോസ് ഇന്ന് നമുക്ക് കോളേജിൽ NSSൻ്റെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വോളണ്ടിയർ ആയിട്ട് നിൽക്കാൻ വിചാരിച്ചു. ഞാനാണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ്റെ സൈഡിലേക്ക് ഇതുവരെയായിട്ട് അങ്ങനെ പോയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് കൊടുക്കാനായിട്ടുള്ള വെയിറ്റും കൗണ്ടൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ആ വഴിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ NSSൽ വന്നിട്ട്. വലിയ കാര്യമായിട്ടുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതുപോലെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലാപ്പിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. അങ്ങനെ വലിയ തലപുകഞ്ഞുള്ള ഡ്യൂട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഫണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടും കമ്പനിയായി സംസാരിച്ച് അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. സോ രാവിലെ തൊട്ട് ഉച്ചവരെ നമുക്ക് ക്ലാസ് ഉള്ളൂ കേട്ടോ. 1:30 വരെ ക്ലാസ് ഉള്ളൂ. അതുവരെ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ പരിപാടിയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടപ്പള്ളി വരെ ഒരു ഫ്രണ്ടിനെ ഓസിക്കൊണ്ട് പോയിട്ടുണ്ടായിട്ടോ. ഫ്രണ്ടിൻ്റെ പേര് അമർനാഥ് എന്നാണ്. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ലിഫ്റ്റൊക്കെ തരാറുണ്ട്. നല്ലൊരു പാവ മനുഷ്യനാണ്. അടുത്തവണ ഓസി പോകാനായിട്ട് ഇത്രയൊക്കെ മതിയാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായത് എടപ്പള്ളിയിലുള്ള ലാക്മെ അക്കാദമിയിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ നെയിൽ എക്സ്റ്റൻഷൻ്റെ വീഡിയോ ചെയ്തവരൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഫ്രണ്ട് കോസ്മെറ്റോളജി പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫ്രണ്ട്, ജോയിറ്റ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഇവർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മോഡൽസിന് ആവശ്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നെയിൽ എക്സ്റ്റൻഷനാണ് പോയത്. ഈ തവണ നമ്മൾ സ്വല്പം മേക്കപ്പ് ഇടാനാണ് കേട്ടോ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും കാര്യമായിട്ട് മേക്കപ്പ് ലൈറ്റായിട്ടൊക്കെ ഇടുന്നല്ലാതെ ഇത്രയും കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സോ എനിക്കറിയില്ല എന്താവും ലാസ്റ്റ് എന്ന്. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിന്നിട്ടുണ്ടായത് കേട്ടോ. അതുപോലെ എൻ്റെ ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആണ്. അതിങ്ങനെ ഫുള്ളായിട്ട് കേൾ ചെയ്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടു കഴിഞ്ഞിട്ടും. കാരണം ഈ ഒരു ലുക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്നിങ്ങനെ കാണുന്നത് കേട്ടോ. ഇത് ഞാൻ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന പോലെയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെനിക്ക് ഈ ഒരു ലുക്ക് എനിക്ക് ഓക്കെ ആണോ, മീൻസ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. സോ എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരുടെയും വീട് ഓൾമോസ്റ്റ് അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് തന്നെ തിരിച്ച് മെട്രോയ്ക്ക് പോവുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ആലുവ മണപ്പുറത്ത് പോയിട്ടുണ്ടായിട്ടോ. അതിൻ്റെ ഒരു വ്ളോഗും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ലോണം കൂടി പോകും. സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.